ആ സ്റ്റേജിൽ 8 MP മാർ, 8 ലോക്സഭാ അംഗങ്ങളും 7 ലോക്സഭാ അംഗങ്ങളും 1 രാജ്യസഭാ അംഗവും, 10ഓളം MLA മാർ, മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇത്രയും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവും ആണ് ആ വേദിയിലുണ്ടായിരുന്നത്. MLA മാർ അത് KPC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എണീന്ന് മൈക്കിന്റെ മുന്നിലേക്ക് വരുമ്പോഴാണ് തുരുതുര ഈ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്, ജലപീരങ്കി പ്രയോഗം നടത്തിയത്. വാസ്തവത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന വേദിക്ക് അരികിൽ തന്നെ ടിയർ ഗ്യാസിന്റെ ഷെല്ലുകൾ വന്ന് വീഴുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ പുറകിലാണ്, ഈ സ്റ്റേജിന് മറയുണ്ടായിരുന്നു. അതുകൊണ്ട് DGP ഓഫീസിന് സൈഡിൽ നിന്ന് വരുന്ന ടിയർ ഗ്യാസ്, ജലപീരങ്കി ഞങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഇല്ല. ഉഗ്രമായ വെടിവയ്പ് ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. എന്താണ് സംഭവിക്കുക? കാരണം ഇത്രയും നേതാക്കന്മാർ, MP മാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും MLA മാർ ഇരിക്കുന്ന ഒരു വേദിക്ക് ഈ നേരെ ഇങ്ങനെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കേരളത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്, ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുന്നറിയിപ്പോട് കൂടിയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെയാണ് ടിയർ ഗ്യാസ് വന്ന് വീഴുന്നത്, ഞങ്ങളിരിക്കുന്ന ഗ്രനേഡ് വന്ന് വീഴുന്നത്. അതോടൊപ്പം ഞങ്ങളിരിക്കുന്ന വേദിയിൽ ഗ്രനേഡിന്റെ പാളികൾ വന്ന് വീഴുകയാണ് ചെയ്തത്. എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഈ ഗ്യാസ്, ഇതിന്റെ ഈ പുക ശ്വസിച്ച് ഒട്ടനവധി സ്ത്രീകളടക്കമുള്ളവർ, MP മാരും MLA മാരടക്കം ബോധം കെട്ട് വീണു. എല്ലാവരും ഓടുകയാണ് ചെയ്തത്. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമില്ല. അങ്ങനെ ഈ സർക്കാർ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തിന്റെ ഭാഗമായി നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഇത്രയും നരനായാട്ടം നടത്തിയത് പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടിയുള്ള ഇടപാടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിർദ്ദേശമാണ് പോലീസിന് കൊടുത്തത് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാനും അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും വേണ്ടി പോലീസ് നടത്തിയ ഈ ഗ്രനേഡ് പ്രയോഗവും അവരുടെ പ്രതിപക്ഷ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗത്തിന് പ്രതിപക്ഷത്തിന്റെ തലയ്ക്ക് മീതെ ഗ്രനേഡിന്റെ പാളികൾ വന്ന് വീഴുന്നതുമെല്ലാം നിസ്സാര കാര്യമല്ല. ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ നേതാക്കന്മാർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗം നടത്തിയത്? യാതൊരു KPC പ്രസിഡന്റ് 15 മിനിറ്റ് പ്രസംഗിച്ചു, ഒരു പ്രകോപനമില്ലായിരുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, യാതൊരു പ്രകോപനമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്? എന്തിനാണ് ഗ്രനേഡ് എറിഞ്ഞത്? എന്തിനാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി ഞങ്ങളുടെ DGP മാർച്ച് അലങ്കോലപ്പെടുത്തിയത്? തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിൽ ഞങ്ങൾ നവകേരള സദസ്സ് തീർന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല. ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ, ഈ സർക്കാരിന്റെ നരനായാട്ടിനെതിരെ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയോടുകൂടി തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ, MP മാരെ MLA മാരെ പോലും വെറുതെ വിടാതെ അവരെ പോലും നേരിടുന്ന ഈ സർക്കാരിനെതിരായുള്ള അതിശക്തമായ പ്രക്ഷോഭം നടത്തും. ഞങ്ങളുടെ 100 കണക്കിന് സഹോദരിമാരടക്കമുള്ള പ്രവർത്തകന്മാര് ആശുപത്രിയിലാണ്. പോലീസ് കല്ലേറ് നടത്തി ഉൾപ്പെടെയുള്ള പോലീസിന്റെ കല്ലേറ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റാണ് നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും MP മാർ MLA മാർ പോലും ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്.